ബി.ജെ.പി നേതാവ് ശ്രീമതി പ്രമീള ദേവിയും നമുക്ക് ചേർന്നു. ശ്രീമതി പ്രമീള ദേവി, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും വളരെ ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അത് പോലീസിൽ ഉണ്ടാകുന്ന വീഴ്ച ഇപ്പോ കേൾക്കാമോ ശ്രീമതി പ്രമീള ദേവി? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? ചെറുതായിട്ട് കേൾക്കാം. ഓക്കെ, ഞാൻ ചോദിച്ചത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് ദേശീയ തലത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. പക്ഷേ തമിഴ്നാടുമായി ബന്ധപ്പെട്ട്, ചെന്നൈയുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും, ആ തരത്തിൽ വിഷയം ഉണ്ടാകുമ്പോഴും അത് DMK-യുടെ തലപ്പത്തേക്ക് ആരോപിക്കുക, അവരുടെ നേരിട്ടുള്ള ബന്ധങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ആരോപിക്കപ്പെടുക, MK സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും അടക്കമുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുക, ഇത് BJP ഇന്ന് തുടങ്ങിയ കാര്യമല്ല. ഇത് കുറച്ച് മാസങ്ങളായിട്ട് BJP അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളൊന്നും ഇല്ലാത്തതാണെന്ന് പറയുന്നില്ല, ഇതൊക്കെ അതിക്രൂരമായിട്ടുള്ള സംഭവങ്ങളുടെ പുറത്താണ്. പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു നീക്കം നടത്തുക, ദ്രാവിഡ രാഷ്ട്രീയം നടപ്പാക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് വരുത്തി തീർക്കാനുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ കൃത്യമായ ഒരു രാഷ്ട്രീയവൽക്കരണം മാത്രമാണ് BJP ഈ പ്രതിഷേധത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലേ? ഇത് രാഷ്ട്രീയവൽക്കരണത്തിന്റെ വിഷയമല്ല. ദ്രാവിഡ രാഷ്ട്രീയത്തെ എതിർക്കുകയെന്നോ BJP ദക്ഷിണേന്ത്യയിൽ ബോധപൂർവം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തുകയെന്നോ ഒന്നും അതിനെ നോക്കിക്കാണുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീ പിണറായി വിജയന്റെ കേരളത്തിലും ശ്രീ MK സ്റ്റാലിന്റെ തമിഴ്നാട്ടിലും ഏതാണ്ട് സമാനമായ സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്? യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിലും അതാണ് ആദ്യം പറയേണ്ടത്. ഫസ്റ്റ് പറയേണ്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ്. സ്ത്രീകൾക്ക് നേരെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഉള്ളത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് അല്ല. ഉത്തർപ്രദേശ് എത്ര കാലമായി അങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉത്തർപ്രദേശ് 2014 ശേഷമല്ല ഇങ്ങനെയായത്. ഉത്തർപ്രദേശ് കാലാകാലങ്ങളായി, അതായത് അമേഠിയും റായ്ബറേലിയും ഉൾക്കൊള്ളുന്ന ഉത്തർപ്രദേശിൽ ജയിക്കുന്നവർ ഇന്ത്യ ഭരിക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യാനന്തര പ്രഭാതം മുതൽ ഉത്തർപ്രദേശ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ഇതിലേറെ ഭീഷണമായിരുന്നു. ഞാൻ ഉത്തർപ്രദേശിൽ ധാരാളം വ്യാപകമായി യാത്ര ചെയ്യുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. 2014 ശേഷമല്ല, ഒരു കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് എൻ്റെ അനുഭവത്തിൽ ഉത്തർപ്രദേശ് വളരെയേറെ മാറിയിട്ടുണ്ട്. പരിപൂർണമായി എന്നല്ല ഞാൻ പറയുന്നത്. ഉത്തർപ്രദേശിൽ ഒരു കാലത്ത് പട്ടാപ്പകൽ സ്ത്രീകൾക്ക് നടക്കാൻ ഭയമുണ്ടായിരുന്ന നഗരങ്ങളും ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. അതില്ലാന്ന് താങ്കൾക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റേത് ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് പട്ടാപ്പകൽ സ്ത്രീകളും പെൺകുട്ടികളും നടക്കാൻ ഭയപ്പെട്ടിരുന്ന ഉത്തർപ്രദേശ് ഇന്ന് അതിൽ നിന്ന് ബഹുദൂരം പുരോഗമിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ താങ്കൾ പറഞ്ഞേക്കാനിടയുള്ള ഈ പറഞ്ഞ JCB രാജെന്നോ അല്ലെങ്കിൽ ബുൾഡോസർ രാജെന്നോ ഒക്കെ പറയുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അതിശക്തനായ ഭരണാധികാരി ഉള്ളത് കൊണ്ടാവാം, എന്തു വന്നാലും ഉത്തർപ്രദേശിന് ഗണനീയമായ ഒരു മാറ്റം സ്ത്രീ സുരക്ഷാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഉത്തർപ്രദേശ് പരിപൂർണ സുരക്ഷിത സ്ഥലമായി എന്നല്ല. അങ്ങനെ ഒരു സ്ഥലം ഭൂമുഖത്ത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഒരുപക്ഷെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വല്ലതും ഉണ്ടാവാം. അതൊഴികെ മറ്റൊരിടത്തും സ്ത്രീ സുരക്ഷ പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. പക്ഷേ സ്ത്രീ സുരക്ഷയ്ക്ക് വിരുദ്ധമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ ഉറ്റവരാണെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് വാളയാർ സംഭവം. നേരിട്ടതിൽ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ആ അമ്മയ്ക്കൊപ്പം നടന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. കുട്ടികളുടെ സുരക്ഷ ചുമതലയാക്കി മാറ്റിയിട്ടുള്ള ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ഇടപെട്ട ഒരു കേസാണിത്. അദ്ദേഹം ആ പരിപാടിയുമായി, ഈ സംഭവവുമായി അദ്ദേഹത്തിന് ചില ബന്ധങ്ങളുണ്ട്. അപ്പോ അത് വരുന്നതിന്റെ അർത്ഥം എന്താണ്? ഭരണകൂടവും പ്രതികളും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം വിദൂരമെങ്കിലും പരോക്ഷമായെങ്കിലും നിലനിൽക്കുമ്പോൾ
അതിന് വലിയ അല്ല പ്രശ്നങ്ങളുണ്ടാവും. ശരി, ഇത് ഞാൻ തന്നെയാണ് നമ്മൾ ഇടപെടാണ്ടിരുന്നത് താങ്കൾ ശ്രീമതി പ്രമീളാദേവി അത് പറഞ്ഞു തീരട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഉത്തർപ്രദേശിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ദയവായി ഉറക്കെ ചോദിക്കണം, എനിക്ക് കേൾക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നില്ല കേട്ടോ. ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന്റെ ലിസ്റ്റ് 2017 തൊട്ട് നമ്മൾ BJP സംസാരിക്കുന്നത് 2017 ശേഷമാണ്. അപ്പൊ 2017 ശേഷമുള്ള കണക്കെടുത്താൽ അതിപ്പോ 2022 എത്തിയപ്പോൾ അത് റെക്കോർഡായി. അതായത് 51 മിനിറ്റിൽ ഒരെണ്ണം വെച്ചിട്ട് ആ തരത്തിലാണ് സ്ത്രീകൾക്കെതിരെ ക്രൈം നടക്കുന്നത്. ഏറ്റവും പുതിയ കണക്കിൽ ഇങ്ങനെ അത് റെക്കോർഡാണ്. 14,887 അത് കിഡ്നാപ്പിങ്ങിലാണ് 2024 തീരുമ്പോൾ. ഡൗറി ഡെത്ത് 2,138 ഗാർഹിക പീഡനം 20,371, റേപ്പ് കേസ് 3,690, അത് രാജ്യത്ത് രണ്ടാമത്, രാജസ്ഥാന് ശേഷം. അങ്ങനെ മർഡർ, അതായത് ഗ്യാങ് റേപ്പിന് ശേഷം കൊലപാതകം നടക്കുന്നത് ഹയസ്റ്റ് നമ്പറാണ് രാജ്യത്ത്, 62. അതായത് ഇത് പറയാൻ തന്നെ പേടിക്കുന്ന തരത്തിലുള്ള ഒരു കണക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത്. 2017 ശേഷം BJP പറയുന്നുണ്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കാമെന്ന്, പക്ഷെ അതല്ല ഉണ്ടായിരിക്കുന്നത്. അതിനെ ഒരു സംസ്ഥാനത്തിന്റെ തലയിലാക്കണ്ട, അതിനെ അവിടെ ഭരിക്കുന്നവരുടെ ആക്കണ്ട. അതൊരു ജനറൽ വിഷയമാണ്. ആ തരത്തിൽ ആശങ്കയുണ്ട് എന്ന് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ വരുമ്പോൾ BJPക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ നിങ്ങൾ ഈ 1, 2, 3, 4 വിഷയങ്ങൾ എടുത്തുകൊണ്ട് DMK-യുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ഇത്തരം ബലാത്സംഗത്തിന് ചുക്കാൻ പിടിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ വളർത്തുകയാണെന്ന് ആരോപിക്കും. ഞാന് ക്ഷമാപണം, എനിക്ക് താങ്കളുടെ ചോദ്യം പൂർണ്ണമായി കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് എന്റെ മറുപടികള് ചിലപ്പോ ഒരു പൊട്ടന്റെ മാവേലേറ് മാതിരി തോന്നിയാൽ ക്ഷമിക്കുക. കാരണം ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതെന്റെ ഇവിടുത്തെ നെറ്റ്വർക്കിന്റെ പോരായ്മയൊക്കെ ആയിരിക്കാം. ഞാനൊരു മൊബൈൽ ഫോണിൽ സൂമിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ അപര്യാപ്തതകളുകൊണ്ടായിരിക്കാം. ചോദിച്ച ചോദ്യത്തിനാണോ ഞാൻ ഉത്തരം പറയുന്നത് അതോ അരിയത്ര പയറഞ്ഞാഴി തരത്തിലാണോ എന്നെനിക്ക് കൃത്യമായി ഉറപ്പില്ല. എങ്കിലും ഞാൻ കേട്ടത് വെച്ചിട്ടുള്ള മറുപടി പറയുകയാണ്. ഉത്തർപ്രദേശില് ഇത്തരമുള്ള ദുരന്തങ്ങൾ, ഇത്തരമുള്ള പൈശാചികമായ പ്രവർത്തികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോ ഇത് യാഥാർത്ഥ്യമല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആയിരിക്കാം. പക്ഷേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ, ഞാൻ BJP-ക്കാരിയാണെന്ന ബോർഡ് വെച്ചല്ലല്ലോ ഞാൻ അതുവഴി ഇറങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഞാൻ അവിടെ രാഷ്ട്രീയക്കാരിയെ അല്ലെന്ന ബോർഡ് വെച്ചുമല്ലല്ലോ നടന്നത്. ഞാൻ ഉൾപ്പെടുന്ന വ്യത്യസ്തമായ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന ഞാൻ ഉൾപ്പെടുന്ന അനേകം സ്ത്രീകളുടെ അനുഭവമാണ് ഞാൻ. നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു കാലത്ത് നമുക്ക് പകൽ സമയത്ത് UP-യിൽ പല കടകളിലും കയറാൻ ഭയമായിരുന്നു, പല സ്ഥലങ്ങളിലൂടെയും നടക്കാൻ ഭയമായിരുന്നു. എത്ര മനോഹര കാഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് പോവാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് മാറിയ കാലാവസ്ഥയിലെ കാര്യം അതെന്റെ മാത്രം അനുഭവമല്ല, എന്നോടൊപ്പമുള്ള, ഞാൻ പോകുന്നത് ഏതെങ്കിലും പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പേഴ്സണൽ യാത്രകൾക്ക് പോകുന്നതല്ല. അങ്ങനെ പോകുന്ന സന്ദർഭങ്ങളിൽ UP എത്ര മാറിയിരിക്കുന്നു, UP വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് വിദേശ വനിതകൾ അടക്കമുള്ള, മിക്കപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവുക വിദേശ വനിതകളായിരിക്കും. അവരുൾപ്പെടെയുള്ളവർ പറയുന്നു, നമ്മൾ നോക്കുമ്പോൾ 15 കൊല്ലം മുമ്പ് വന്ന സ്ഥലമല്ലല്ലോ ഇത്. 25 കൊല്ലം മുമ്പ് മുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു അമേരിക്കക്കാരിയായ വനിത അന്നും ഇന്നും ഞങ്ങൾ ചെല്ലുമ്പോൾ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട് എന്ന് സമാധാനത്തോടെ പറയുന്നു. ഇതിന്റെ അർത്ഥം കണക്കുകൾ കള്ളം പറയുന്നു എന്നല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് താങ്കൾ ആരോപിക്കരുത്. പക്ഷേ ശ്രീമതി പ്രമീളാദേവി കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോഴും വെറുതെ ഒന്ന് ആ കയ്യിലുള്ള മൊബൈൽ ഇത് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് സെർച്ച് അടിച്ചാൽ നിങ്ങൾക്ക് UP എന്ന് ഒപ്പം റേപ്പ് എന്നടിച്ചാൽ ഏറ്റവും പുതുതായിട്ട് കാണുന്നത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് തലക്കടിച്ചു കൊന്ന. എനിക്ക് ക്ഷമിക്കണം, എനിക്ക് ചോദ്യം കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ താങ്കൾ ഇതൊന്നും ആയിരിക്കില്ല ചോദിച്ചത്. ഞാൻ ചോദ്യത്തിന്റെ ഉത്തരം അല്ല പറഞ്ഞതെന്നാവും താങ്കൾ പറയുന്നത്. എനിക്ക് റിസപ്ഷൻ വളരെ കുറവായതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിനായിരിക്കില്ല ഞാൻ ഉത്തരം പറയുന്നത്. സ്റ്റിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടുള്ള മറുപടിയാണ്. ഇല്ല, അല്ല ശരി, PCR ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് ഒന്നുകൂടെ കണക്ട് ചെയ്താലും ചോദിച്ച ചോദ്യത്തിന് തന്നെയാണ് ശ്രീമതി പ്രമീളാദേവി ഉത്തരം പറയുന്നത്. പക്ഷെ എനിക്ക് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കേൾക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആ ടെക്നിക്കൽ ഫോൾട്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ രാഹുലിലേക്ക് തിരിച്ചു വരാം. രാഹുൽ, വിഷയം ചെന്നൈയാണ്, പക്ഷേ അത് ജനറലൈസ്
കേൾക്കാനും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ പോലും ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പോയിന്റ് ഇവിടെ വെക്കാൻ